Hello everyone, welcome to Nafi the Educator. It's me Nafi. +1 supplementary allotment എന്താണ്? +1 supplementary allotment എന്താണ്? ആർക്കൊക്കെയാണ് +1 supplementary allotment അപ്ലൈ ചെയ്യാൻ സാധിക്കുക? ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവർക്കുള്ള സൊല്യൂഷൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ സൊല്യൂഷൻ കിട്ടാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാം. +1 supplementary allotmentമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ കമന്റ് ചെയ്യുക. ഒന്ന്, നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് allotment എന്നിവ കിട്ടിയോ? 2, നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളിൽ തന്നെയാണ് കിട്ടിയത്. ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യുക. ഈ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 3 കൂട്ടർക്കാണ് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഒന്നാമത്തെ കൂട്ടർ ഇതുവരെ +1 അപ്ലൈ ചെയ്യാത്തവർ, ഇതുവരെ +1 അപ്ലൈ ചെയ്യാത്ത ആളുകൾക്ക് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കൂട്ടർ ഇതുവരെ അപ്ലിക്കേഷന് കൊടുത്തിട്ട് സീറ്റ് കിട്ടാത്ത ആളുകൾ. 2 അലോട്ട്മെന്റ് കഴിഞ്ഞ് 3ാമത് അലോട്ട്മെന്റ് വരാൻ പോകുന്നുണ്ട്. ഈ 3 അലോട്ട്മെന്റിലും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെന്റ് കോട്ട, ഈ കോട്ടയിലും ഒരു സ്കൂളിലും സീറ്റ് കിട്ടാത്ത ആളുകൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ കൂട്ട ആളുകൾ, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത സമയത്ത് ചില മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ക്ലബിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. അതേപോലെ നിങ്ങൾക്ക് SPC ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ SPC സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് പിന്നെ എന്താണ് JRC ഉണ്ടെന്ന് പറഞ്ഞിട്ട് JRC സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ അതൊക്കെ ടിക്കറ്റ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകിയത് കാരണം നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അങ്ങനെ പുറത്തു പോയ ആളുകൾക്കും എന്ത് ചെയ്യാം? ആ തെറ്റ് തിരുത്തിക്കൊണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 3 കൂട്ടർക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിന്റെ ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ജൂൺ 18 ശേഷമായിരിക്കും. അതായത് സ്കൂൾ തുറക്കുന്ന ദിവസം എന്താ? ജൂൺ 18 ജൂൺ 18 ശേഷമായിരിക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഓർത്ത് വെച്ചോ, ഡേറ്റ് ഓർത്ത് വെച്ചോ. സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ആഫ്റ്റർ ജൂൺ 18 ജൂൺ 18 ശേഷമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നമുക്ക് ആഗ്രഹിച്ച സ്കൂൾ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ബാക്കിയുള്ള സീറ്റുകൾ, അതായത് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ 3 അലോട്ട്മെന്റും കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെന്റ് കോട്ടയും സ്പോർട്സ് കോട്ടയൊക്കെ തീർത്തതിന് ശേഷം ബാക്കിയുള്ള സീറ്റുകൾ ഉണ്ടല്ലോ, ആ ബാക്കിയുള്ള സീറ്റുകളിലേക്കാണ് ആദ്യം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പരിഗണിക്കുക. എന്നിട്ട് ആ ബാക്കിയുള്ള സീറ്റുകൾ ഫില്ലായിട്ട് പിന്നെയും ആളുകൾ ബാക്കിയുണ്ടെങ്കിൽ അവർക്കായിട്ട് എന്ത് ചെയ്യും? അഡീഷണൽ ബാച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അതായത് നമുക്ക് ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സ് കിട്ടണമെന്നില്ല. ബാക്കിയുള്ള സീറ്റുകൾ ഏത് സ്കൂളിലാണോ അതിനനുസരിച്ചുള്ള കോഴ്സുകളിലേക്കായിരിക്കും നമുക്ക് സീറ്റ് കിട്ടുക എന്നുള്ളൊരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ, ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കാനല്ല, നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ് ശരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുത്തു എന്ന് വിചാരിച്ച് നമുക്ക് ആഗ്രഹിച്ച സ്കൂൾ കിട്ടണമെന്നില്ല. ഏത് സ്കൂളിലാണോ സീറ്റ് ബാക്കിയുള്ളത് ആ സ്കൂളിൽ സീറ്റ് കിട്ടും. അല്ലെങ്കിൽ സർക്കാർ ചിലപ്പോൾ അഡീഷണൽ ബാച്ച് അനുവദിക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെച്ചോ. ഇത്തരം അപ്ഡേറ്റ്സ് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ സപ്ലിമെന്ററി അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടോ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ അയച്ചു കൊടുക്കുക, സെറ്റാക്കി വെക്കുക, ജിൽജിലാക്കി വെക്കുക. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ അതിന് കാര്യങ്ങൾ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.